നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓപ്പണിംഗ് ഡേയിൽ വളരെ സൈലൻ്റ് ആയിട്ട് വന്ന് വലിയൊരു ഹ്യൂജ് ഹിറ്റിലേക്ക് പോകുന്ന, സകലമാന റെക്കോർഡുകളിലും അതിൻ്റേതായ ഒരു കയ്യൊപ്പ് പതിച്ചുകൊണ്ട് പോകുന്ന ഒരു സിനിമയുണ്ട്. മറ്റൊന്നുമല്ല, ലോക സിനിമയാണ്. ആ ലോക സിനിമ ഒരു പിടി റെക്കോർഡുകൾ ഇങ്ങനെ തകർത്തെറിഞ്ഞ് വെച്ചടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റെക്കോർഡിൽ ചില കോളിളക്കം സംഭവിച്ചു. അത് ഒരു സുവർണ നേട്ടം കഴിഞ്ഞ വാരാന്ത്യത്തിലുണ്ടാക്കി. മറ്റൊന്നുമല്ല, വീക്കെൻഡ് കളക്ഷനിൽ ടോപ്പ് 5 ലിസ്റ്റിൽ ലോക സിനിമ ഇടം പിടിച്ചു. അതും ലാലേട്ടനൊപ്പം കെട്ടപ്പിടിക്കുന്ന രീതിയിൽ കട്ടയ്ക്ക് ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറുകളോ ഒന്നും അല്ലാത്ത ഒരാൾ, കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാറായിട്ട് വളർന്നു വന്ന്, അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റിലേക്കൊക്കെ പോകുന്ന സിനിമ വന്ന് വലിയൊരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം എത്തുന്ന രീതിയിലേക്കൊക്കെ ഒരു ട്രെൻഡിങ് കാണിച്ചുകൊണ്ട് ഒരു കൂളിളക്കം വീക്കെൻഡ് വാരാന്ത്യ കളക്ഷൻ റിപ്പോർട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ലോക സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല ചർച്ച ചെയ്യുന്നത്, മറ്റൊന്നുമല്ല, വീക്കെൻഡ് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ടോപ്പ് 10 ലിസ്റ്റ്, വാരാന്ത്യ കളക്ഷനിൽ ടോപ്പ് 10 ലിസ്റ്റാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും, അതുപോലെ തന്നെ ഈ ടോപ്പ് 10 ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നുള്ളതും, നിങ്ങൾ ഏത് പവറിനൊപ്പം, വീക്കെൻഡ് പവറിൽ ഏത് സിനിമയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം, ടോപ്പ് 5 ലിസ്റ്റിൽ നമുക്ക് വലിയൊരു വിഷമകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. മറ്റൊന്നുമല്ല, മമ്മൂക്ക ടോപ്പ് 5 ലിസ്റ്റിലില്ല എന്നുള്ളത് വളരെ ഒരു വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ടോപ്പ് 5 ഉണ്ടായിരുന്നു, 5 നിന്നും 6ലേക്ക് 6ാം സ്ഥാനത്തേക്ക് പോയി. അപ്പോൾ ടോപ്പ് 5 ലിസ്റ്റ് നോക്കുമ്പം ഇല്ല, പക്ഷേ ടോപ്പ് 10 ലിസ്റ്റിൽ മമ്മൂക്ക ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് വരാം. ലാലേട്ടൻ്റെ ആ ഒരു പവർ കാണിക്കുന്ന രീതിയിൽ മലയാള ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഇനി ഒരു സിനിമയ്ക്ക് സ്വപ്നം പോലും ഉടനെ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരുപാട് ഉയരങ്ങൾ താണ്ടി ഒരു കളക്ഷൻ നേടിയ ഒരു സിനിമയായിരുന്നു എമ്പുരാൻ സിനിമ. ആദ്യ വാരാന്ത്യത്തിൽ തീർത്ത ആ റെക്കോർഡിനൊപ്പം ഇനി ഒരു മലയാള സിനിമയ്ക്ക് ഉടനെ എത്താൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. അമ്മാതിരി പെർഫോമൻസുമായി എമ്പുരാൻ സിനിമ തീർത്തൊരു റെക്കോർഡുണ്ട്. 174 കോടി രൂപയാണ് ഓപ്പണിംഗ് വീക്കെൻഡിൽ 174 കോടിയുമായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഒരു സിനിമയ്ക്ക് മൊത്തത്തിലുള്ള കളക്ഷൻ തന്നെ അത്രയും വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം. അപ്പോഴാണ് വീക്കെൻഡ് കളക്ഷനായിട്ട് മാത്രം 174 കോടി നേടി 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ ഒരു സിനിമ ആ ഒരു പവർ മുന്നോട്ട് കൊണ്ടുവരുന്നെങ്കിൽ ഇന്നിപ്പോൾ മലയാള സിനിമയ്ക്കും ഒരു 400-500 കോടി റേഞ്ചിലുള്ള കളക്ഷനൊക്കെ കണ്ടേനെ. പക്ഷേ പടം വീക്കെൻഡിന് ശേഷം വലിയൊരു കോളിളക്കം സൃഷ്ടിക്കാത്തത് കൊണ്ടാണ്. എങ്കിലും 1ാം സ്ഥാനത്ത് ലാലേട്ടൻ്റെ ആ തട്ട് താന്ന് തന്നെ ഇരിക്കും. ലാലേട്ടൻ്റെ ആ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാർഡം, അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് പവർ, അല്ലെങ്കിൽ പണം വാരാനുള്ള ഒരു കഴിവ്, അത് തിയേറ്ററുകളിലേക്ക് ആളുകളെ കുത്തി നിറയ്ക്കാനുള്ള ഒരു പവർ തന്നെ കാണിക്കുന്ന രീതിയിലാണ് 1ാം സ്ഥാനത്ത് 174 കോടിയുമായിട്ട് നിൽക്കുന്നത്. 2ാം സ്ഥാനവും 1ാം സ്ഥാനവും തമ്മിലുള്ള അന്തരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതും ഒരു ലാലേട്ടൻ സിനിമയാണ്, തുടരും സിനിമയാണ്. 2ാം സ്ഥാനത്ത് വെറും 70 കോടി രൂപ മാത്രമാണ്. 100 കോടിയിലധികം ലീഡുമായിട്ടാണ് 1ാം സ്ഥാനം നിൽക്കുന്നത്. 2ാം സ്ഥാനത്ത് തുടരും സിനിമയാണ്. 70 കോടി രൂപയുമായിട്ടാണ് 2ാം സ്ഥാനത്ത് തുടരും സിനിമ എത്തിയത്. 3ാം സ്ഥാനത്താവട്ടെ ലോക സിനിമ എത്തിയിരിക്കുകയാണ്. 66 കോടി രൂപയായിട്ട് വീക്കെൻഡ് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത് തള്ളിക്കളഞ്ഞതാവട്ടെ ആടുജീവിതം സിനിമ 65 കോടിയുമായിട്ടുണ്ടായിരുന്ന സിനിമയെ 3ാം സ്ഥാനത്ത് നിന്ന് 4ാം സ്ഥാനത്തേക്ക് പിന്മാറ്റിയിട്ടാണ് 65 കോടി രൂപ നേടിയ ആടുജീവിതം സിനിമ 4ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത്. 5ാം സ്ഥാനത്താവട്ടെ വീണ്ടും ഒരു ലാലേട്ടൻ പവർ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ സിനിമ ലൂസിഫർ സിനിമയാണ്. 52 കോടി 30 ലക്ഷം രൂപയാണ് ആദ്യ വീക്കെൻഡിൽ നേടിയത്. ടർബോ സിനിമയാണ് 5ാം സ്ഥാനത്ത്. 5ാം സ്ഥാനത്തായിരുന്നു ടർബോ സിനിമ. ലോക സിനിമ 3ാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ മമ്മൂക്കയുടെ ടർബോ സിനിമ 5ൽ നിന്നും 6ലോട്ട് പോയി. അത് ഞാൻ പറയാം, ടോപ്പ് 5ൽ 3 സിനിമ ലാലേട്ടൻ്റെതായിട്ടുണ്ട്. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ, ലോക സിനിമ മറ്റൊന്ന്. ഈ ടോപ്പ് 5ൽ മമ്മൂക്കയ്ക്ക് ഒറ്റ സിനിമ പോലും ഇല്ല എന്നുള്ളൊരു വലിയൊരു വിഷമകരമായിട്ടുള്ള കാര്യമുണ്ട്. എന്തായാലും ഒരു സിനിമ മമ്മൂക്കയുടേതായി വന്ന് കാര്യം എന്തൊക്കെ പറഞ്ഞാലും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ലാലേട്ടനും മമ്മൂക്ക എന്നും പറയുന്നത്. അതൊരു മെഗാസ്റ്റാർ, സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ എന്നുള്ളതിലുപരി ഈ ഒരു ലാലേട്ടൻ മമ്മൂക്ക ത്രയത്തിന്
ഇന്നും ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ്. അപ്പം മമ്മൂക്ക ആ ടോപ്പ് 5 ലിസ്റ്റിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരു 100 കോടി വീക്കെൻഡ് കളക്ഷനുമായിട്ട് ഒരു സിനിമ മമ്മൂക്കയുടേതായിട്ട് വരട്ടെ, വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ സാധിക്കട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ നടക്കും. പൂർവാധികം ശക്തിയോടുകൂടി മമ്മൂക്ക തിരിച്ചു വരട്ടെ. എന്തായാലും 6ാം സ്ഥാനത്ത് ടർബോ 50 കോടി, 7ാം സ്ഥാനത്ത് ഭീഷ്മാർഗം, വീണ്ടും ഒരു മമ്മൂക്ക ചിത്രമാണ്, 46 കോടി രൂപയാണ് വീക്കെൻഡ് കളക്ഷനായിട്ട് നേടിയത്. 8ാം സ്ഥാനത്ത് ഗുരുവായൂർ അമ്പലനടയിൽ 42 CR ആണ്. 9ാം സ്ഥാനത്ത് ഫഫയുടെ രംഗാണ്ണ കയറി അങ്ങോട്ട് കൊളുത്തിയ സിനിമയാണ്, 42 കോടി രൂപയാണ്. കുറുപ്പ് സിനിമ, ദുൽഖർ സൽമാന്റെ കുറുപ്പ് സിനിമ 10ാം സ്ഥാനത്ത്. അങ്ങനെ ഒരു ടോപ്പ് 10 ലിസ്റ്റാണ് വീക്കെൻഡ് കളക്ഷനിൽ അല്ലെങ്കിൽ വാരാന്ത്യ കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ 10 സിനിമകളുടെ ലിസ്റ്റാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒരേ ഒരു വിഷമം, മമ്മൂക്ക ടോപ്പ് 5 ലിസ്റ്റിൽ ഇല്ല എന്നുള്ളത് മാത്രമാണ്. ടോപ്പ് 10 ലിസ്റ്റ് നോക്കുമ്പോൾ 2 സിനിമകൾ മമ്മൂക്കയുടേതായി ഉണ്ട്, ഭീഷ്മാർഗവും ടർബോയും ഉണ്ട്. ടോപ്പ് 10 ലിസ്റ്റ് നോക്കുമ്പോൾ ലാലേട്ടൻ്റെതായി 3 സിനിമകളുണ്ട്, അത് 3ഉം ടോപ്പ് 5 ലിസ്റ്റിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നു. പൃഥ്വിരാജിൻ്റെതായിട്ട് ഗുരുവായൂർ അമ്പലനടയിലും ആടുജീവിതവും ലീഡ് റോളിലുണ്ട്. 2 സിനിമ, എമ്പുരാനും ലൂസിഫറിലും പ്രധാന റോളായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ പൃഥ്വിരാജിന് 4 സിനിമയാണുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതിനും വരെ